ഈ ലാഡ കാറുകൾ ഞാൻ വളരെ അപൂർവമായിട്ട് മാത്രമേ കാണാറുള്ളൂ. ഇത് റഷ്യന്ന് ഈ വാറിൻ്റെ ടൈമിലൊക്കെ ഇമ്പോർട്ട് ചെയ്തിരുന്ന കാറാണ്. അത് വളരെയധികം യൂസ് ചെയ്യുന്ന ഒരു കൺട്രിയാണ് ഈ അസർബൈജാൻ. അങ്ങനെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ബാക്കുവിൽ നിന്ന് ഗബ്ബാലേക്കാണ് നമ്മുടെ റെൻ്റൽ കാറിൽ. അതിനു മുമ്പ് ഒരു കാര്യം പറയാനുണ്ട് കേട്ടോ. ഈ സിറ്റി ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ക്ലീനാണ്, പിന്നെ അതുപോലെ തന്നെ വെൽ മെയിൻറ്റെയിൻഡും ആണ്, പിന്നെ വെതറും അടിപൊളിയായിരുന്നു. അധികം ചൂടുമില്ല അധികം തണുപ്പുമില്ല, ഒരു നോർമൽ കംഫർട്ടബിൾ ടെമ്പറേച്ചർ. നമ്മൾ വേസ് ആണ് കേട്ടോ അവിടെ യൂസ് ചെയ്തത് മാപ്പിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഡയറക്ഷൻസും പരിപാടികളൊക്കെ ഭയങ്കര എളുപ്പമായിരുന്നു. സിറ്റി കാണാൻ നല്ല രസമുണ്ട് ആക്ച്വലി. പഴയ ബിൽഡിങ്സും പുതിയ ബിൽഡിങ്സും കൂടിയിട്ടുള്ള ഒരു മിക്സ്ചറാണ് എല്ലാ സ്ഥലത്തും കാണുന്നത്. ഒരു യൂറോപ്യൻ ടച്ചൊക്കെ എല്ലായിടത്തും ഉണ്ട്. ഈ ഏരിയയിൽ നിന്ന് അങ്ങ് കടന്ന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഹൈവേ കയറി. യെസ്, അങ്ങനെ നമ്മൾ ഹൈവേ കയറിയിരിക്കുകയാണ്. ഹൈവേ കയറി ഉടനെ തന്നെ കണ്ട ഒരു മെയിൻ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈവൻ ദുബായിൽ പോലും കാണാത്തൊരു സംഭവമാണ്. എല്ലാ 1 കിലോമീറ്ററിലും ക്യാമറാസ് ഇവിടെ ഹൈവേയിൽ. സൂക്ഷിച്ച് വണ്ടി ഓടിച്ചില്ല എന്നുണ്ടെങ്കിൽ ത്രൂ ഔട്ട് നല്ല ഫൈൻ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ഇവിടെ എല്ലാവരും ക്യാമറയുടെ അടുത്ത് വരുമ്പോൾ സ്പീഡ് കുറച്ച് അതിന് ശേഷം സ്പീഡിൽ പോകുന്ന ഒരു പരിപാടിയാണ് ഇവിടെ കാണുന്ന മുഴുവൻ. കാർ എടുത്ത് ഡ്രൈവ് ചെയ്യാൻ പ്ലാനുള്ള ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ സത്യമായിട്ടും നന്നായിട്ട് എൻജോയ് ചെയ്യും അസർബൈജാനിലുള്ള ഡ്രൈവ്. കാരണം അത്യാവശ്യം നല്ല രീതിയിലുള്ള സീനറീസ് ആണ് രണ്ട് സൈഡിലും ഉള്ളത്. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കുറച്ചങ്ങ് നീങ്ങിയപ്പോൾ തന്നെ ഈ വലിയ വലിയ മരങ്ങൾ പ്ലാന്റ് ചെയ്തിട്ടുള്ള ഏരിയാസും റൈറ്റ് സൈഡിൽ കടലുമാണ് കാണുന്നത്. അതിൻ്റെ ഒരു വ്യൂ ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. വേസിൽ അലേർട്ട് ആക്റ്റീവായിരിക്കുന്ന കാരണം കൊണ്ട് ക്യാമറ വരുന്നതിന് മുമ്പ് തന്നെ ക്യാമറ വരുന്നുണ്ടെന്നുള്ള അലേർട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ റൗണ്ട് അബൌട്ട്സ് ഒക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഓരോ തീമിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ല രസമുണ്ട് കാണാൻ. നമ്മളിപ്പോൾ ഈ എത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു മെയിൻ റിവറിൻ്റെ ഏരിയയിലേക്കാണ്. നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ആ ഫ്രണ്ടിൽ കുറച്ചൊരു വൈറ്റിഷ് ആയിട്ട് കാണുന്നത് അതൊരു റിവറാണ്. ഫുള്ളി ഡ്രൈഡാണ്. കുറച്ച് വെള്ളം പോകുന്നുണ്ട് അതിലൂടെ, പക്ഷേ ഓൾമോസ്റ്റ് ഡ്രൈഡപ്പാണ്. ഫോട്ടോ പോയിന്റ് അടുത്തൊക്കെ ആൾക്കാരൊക്കെ ഒന്ന് എടുക്കുന്നുണ്ട്. റൈറ്റിലേക്ക് തിരിഞ്ഞ് നമ്മളിപ്പോൾ കയറുന്നത് ചെറിയൊരു വില്ലേജ് മാർക്കറ്റിലേക്കാണ്. ഇവിടെയുള്ള ബിൽഡിങ്സും ആർക്കിടെക്ചറും പിന്നെ ചെറിയ ചെറിയ ഷോപ്സും ആളുകളുടെ ഡ്രസ്സിങ് സ്റ്റൈലും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മൾ പണ്ട് കണ്ടിരുന്ന ക്രിസ്മസ് സ്റ്റോറീസ് ഇല്ലേ, അതിലത്തേക്ക് ഒരു സ്ഥലം പോലെ ഉണ്ടായിരുന്നു. സമ്മർ ടൈം ആണെങ്കിലും അത്രയും വലിയൊരു ടെമ്പറേച്ചർ ഒന്നും നമുക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. നമ്മൾ ഈവൻ ദുബായിൽ നിന്ന് നല്ല ചൂടുള്ള സമയത്ത് വന്നതാണ്. നമുക്ക് ടെമ്പറേച്ചർ കുറച്ച് ഡീസൻ്റ് ആയിട്ടാണ് ഫീൽ ചെയ്തത് ഈ ഒരു ടൈമിൽ പോലും. അങ്ങനെ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ഗബ്ബാലയിലെത്തി. ലഞ്ച് കഴിക്കാൻ വേണ്ടി നമ്മളൊരു ചെറിയ റെസ്റ്റോറൻറ്റിൽ കയറി. ഉച്ച എന്ന് പറയാൻ പറ്റില്ല, ഏകദേശം ഒരു 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. റിവർ ഫോറസ്റ്റ് എന്നാണ് കേട്ടോ ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിൽ കാണുമ്പോൾ നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ബാക്കിൽ ഇത്രയും വലിയ സ്ഥലവും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. സെറ്റപ്പ് നല്ല അടിപൊളി സെറ്റപ്പായിരുന്നേ. അത്യാവശ്യം അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ചെറിയൊരു കനാൽ പോലെ ഒരു ചെറിയ വാട്ടർ ഫ്ലോയും വലിയൊരു പാർക്ക് കൈൻഡ് ഓഫ് ഏരിയയും. എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ നൈറ്റിൽ ഡിന്നർ കഴിക്കാനൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. മോൻ എന്തായാലും നല്ലൊരു ടൈം പാസും ആയിരുന്നു. അവിടെ അത്യാവശ്യം ഊഞ്ഞാലുകളും ട്രംപോളിനും വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ കളിക്കാൻ വേണ്ടിയിട്ട്. അത് കാരണം കൊണ്ട് അവന് നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. പിന്നെ കാണാനും അത്യാവശ്യം നല്ല രീതിയിൽ എന്താ പറയുക സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ ഫുഡ് ചെന്ന ഉടനെ തന്നെ പറയാൻ നോക്കുക ഇവിടുത്തെ ഏത് റെസ്റ്റോറൻറ്റിലായാലും. കാരണം നമ്മൾ ഓർഡർ ചെയ്തതിന് ശേഷം മാത്രമേ എന്താണെങ്കിലും പ്രിപ്പയർ ചെയ്യാനായിട്ട് തുടങ്ങുള്ളൂ. നമ്മൾ ഏകദേശം ഒരു 1.5 അവർ വെയിറ്റ് ചെയ്തിരുന്നിട്ടാണ് നമുക്ക് ഫുഡ് കിട്ടിയത്. അങ്ങനെ ഫൈനലി നമ്മുടെ ഫുഡ് വന്നു. ഗ്രിൽഡ് മീറ്റ്, പൊട്ടറ്റോസ്, ബ്രെഡ്സ് ഇതൊക്കെയായിരുന്നു ഇവിടെ മെയിനായിട്ടുണ്ടായിരുന്നത്. വലിയ ഫ്ലേവേഴ്സ് ഒന്നുമില്ല. പിന്നെ ഈ കെബാബ്സും ഗ്രിൽസും ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് കുഴപ്പമില്ല. പക്ഷെ ഞാനും മോനും കുറച്ച് പിക്കി ഈറ്റേഴ്സാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ അത്ര പറ്റിയില്ല. വിശപ്പ് മാറ്റാൻ വേണ്ടി കുറച്ച് സംഭവം എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്തു. അതിനു മുമ്പ് തന്നെ കമ്പോർഡ് എന്ന് പറയുന്ന ഇവരുടെ ഒരു ട്രഡീഷണൽ ഫ്രൂട്ട് ഡ്രിങ്ക് ആണ്, അത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അത്. അപ്പോൾ അസർബൈജാനിൽ വരുന്നവർ ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ടതാണ്, ഒരിക്കലും മിസ് ചെയ്യരുത്. പിന്നെ നമ്മൾ പോണ വഴിയിലൊക്കെ ഇതുപോലെ തന്നെ ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റ്സും സ്ട്രീറ്റ് സൈഡിൽ ഉള്ള ചെറിയ എന്താ പറയുക, നമുക്ക് കോണൊക്കെ ബോയിൽ ചെയ്തോ അല്ലെങ്കിൽ ഗ്രിൽ ചെയ്തോ തരുന്ന ടൈപ്പ് ഓഫ് സ്ഥലങ്ങളൊക്കെ നിറയെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ റോഡങ്ങ് കഴിഞ്ഞതും അവിടെ പോലീസ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെ നിർത്തിപ്പിച്ചു. എന്നിട്ട് വലിയ കാര്യത്തിലൊന്നും ചോദിച്ചില്ല, എവിടുന്നാ വരണേ, ഇപ്പം എങ്ങോട്ടാ പോണേ, ഹാപ്പി ജേണി എന്നൊക്കെ പറഞ്ഞു വിട്ടു.
ഇത് വേറൊരു വില്ലേജ് ഏരിയ ആണ് ഇപ്പോൾ നമ്മൾ കടന്നു പോണത്. ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാവും ബാക്കിയുള്ള ഏരിയകളൊക്കെ എം ടി ആയി, നിറയെ വണ്ടികളും ചെറിയ ചെറിയ സ്കൂൾസും പള്ളികളും എല്ലാം കാണാൻ പറ്റും. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടുള്ള വ്യൂസ് ഒക്കെ ഭയങ്കര നല്ലതായിരുന്നേ. ടെമ്പറേച്ചറും ഭയങ്കര കുറവായിരുന്നു, തണുത്ത കാറ്റൊക്കെ വീശുണ്ടായിരുന്നു. ഈ രണ്ട് സൈഡിലുള്ള മരങ്ങളും പിന്നെ ഈ കളർഫുൾ വീടുകളും പിന്നെ മൗണ്ടെയ്ൻസും ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ശരിക്കും ഒരു യൂറോപ്യൻ വില്ലേജ് കൂടെ പോകുന്നൊരു ഫീലായിരുന്നു. ഓരോ ടൈം കഴിയുമ്പോഴും പുതിയ കാഴ്ചകളായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഇവിടെ ശ്രദ്ധിച്ച മറ്റൊരു പ്രത്യേകതയാണ് കേട്ടോ ഈ വൈറ്റ് ലീഫുള്ള മരങ്ങൾ. ഈ പൈൻ ട്രീസിൻ്റെ ബാക്കിൽ കണ്ടില്ലേ, ഒരു വൈറ്റ് ഇലകളായിട്ട് തോന്നിപ്പിക്കുന്നുണ്ട്. അത് വൈറ്റ് തന്നെ ആണോന്ന് അറിയില്ല. അതായത് ലീവ്സിൻ്റെ ബാക്ക് സൈഡ് വൈറ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ എത്തുമ്പോൾ ഉള്ള വ്യൂസ് ഉണ്ടല്ലോ ഭയങ്കര രസമുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന പോലെ അത് നോക്കിയാൽ നിങ്ങൾ മൊത്തം പൈൻ ട്രീയും മൗണ്ടൻസും. ബോർഡല്ലേ കണ്ടത്? നീ പറഞ്ഞ സാധനം ഇട്ടേക്കണതിലേക്കാണ് ഞാൻ ഇപ്പൊ പോണേട്ടാ. ഈ 2.5 കിലോമീറ്റർ കൂടി ഉണ്ട്. പിന്നെ ക്ലൈമറ്റ് ഇവിടെ എത്തിയപ്പോഴത്തേക്കും ചേഞ്ച് ആയിട്ടോ. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഇപ്പം നമുക്ക് തണുത്ത് തുടങ്ങി. ഇത്രയും ഭയങ്കരമായിട്ടൊരു തണുപ്പില്ലെങ്കിലും നമ്മൾ ബാക്കുവിനെ കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്ലൈമറ്റാണ്, നല്ല അത്യാവശ്യം തണുപ്പുണ്ട്. അതിന് ഇവിടെ എടുത്താൽ മതിയായിരുന്നല്ലേ? ഇവിടെ എന്താ പ്രശ്നം? 1000 ദിറംസാ? ഈ ഹോട്ടലിൽ പെർ നൈറ്റ് 1000-1200 ദിറംസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ചാർജ്. സോ 1000 കേട്ടതിന് ശേഷം പിന്നെ മിണ്ടണില്ല. നമ്മൾ ഈ ഒരു ഏരിയ ഒക്കെ എത്തിയപ്പോഴാണ് കേട്ടോ നമ്മൾ എന്താ പറയുക, ഹോട്ടൽ ബുക്ക് ചെയ്ത ഏരിയ അത്ര നന്നായില്ല എന്നുള്ളത് ഫീൽ ചെയ്തത്. ഇവിടത്തെയൊക്കെ വ്യൂ ഗംഭീര വ്യൂ ആണ് കേട്ടോ കാണാനായിട്ട്. നമ്മൾ ആക്ച്വലി നമുക്ക് താമസിക്കാനുള്ള ഹോട്ടൽ ബുക്ക് ചെയ്ത് കുറച്ച് താഴെയായിരുന്നു. അത് ശരിയാട്ടോ, ഈ ഏരിയയിൽ വേറെയും ഇത്രയും റേറ്റ് ഇല്ലാത്ത ഹോട്ടൽസ് ഒക്കെ ഉണ്ട്, നല്ല ഹോട്ടൽസ്. എൻ്റെ സെലക്ഷൻ ആയതുകൊണ്ട് എനിക്കിനി ഒന്നും പറയാൻ പറ്റാത്തതുകൊണ്ടും ഇനിയിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ ഫൈനലി നമ്മൾ ഗബ്ബാലയിലുള്ള തൂഫാൻതാങ് മൗണ്ടൻ റിസോർട്ടിലെത്തി. ഇനി ഇവിടുത്തെ കേബിൾ കാർ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.